നമസ്കാരം കുട്ടികളെ, നമ്മുടെ ഈ ആദ്യ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ AI എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിങ്ങളുടെ പുതിയ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ChatGPT എന്ന വളരെ പ്രസിദ്ധമായ AI ടൂളിനെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഒരു ചെറിയ ആക്ടിവിറ്റിയും ക്വിസും ഉണ്ടാകും. വളരെ രസകരമായിരിക്കും. വരൂ. ഇപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ തന്നെ AI ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു നിമിഷം വീഡിയോ നിർത്തി ദിവസവും നിങ്ങൾ എവിടെയൊക്കെ AI കാണുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. 1. യൂട്യൂബ്. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടാകും, യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു തരം വീഡിയോ കണ്ടാൽ അതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഞാൻ കോമഡി വീഡിയോ കണ്ടാൽ കോമഡി ഷോർട്സും കോമഡി ലോങ് വീഡിയോയും മാത്രമേ എനിക്ക് കിട്ടൂ. ഇതിന്റെ പിറകിലാണ് AI പ്രവർത്തിക്കുന്നത്. 2. ഗൂഗിൾ മാപ്സ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ ലൊക്കേഷൻ കൊടുത്താൽ ഗൂഗിൾ മാപ്സ് സമയവും ദൂരവും ഒക്കെ കാണിച്ചു തരും. അത് അപ്പപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതും AIന്റെ ഒരു പ്രധാന യൂസ് കേസാണ്. 3. ഫേസ് അൺലോക്ക്. നിങ്ങളുടെ വീട്ടിലുള്ളവർ ഫോൺ അൺലോക്ക് ചെയ്യാൻ മുഖം ഉപയോഗിക്കാറില്ലേ? ഐഫോണിലൊക്കെ ഇത് സാധാരണമാണ്. ഇപ്പോൾ മിക്ക ഫോണുകളിലുമുണ്ട്. അത് നിങ്ങളുടെ മുഖം തിരിച്ചറിയുന്നു. അതും AI തന്നെ. 4. അലക്സ, സിറി ഇതുപോലെയുള്ള വോയിസ് അസിസ്റ്റൻസ്. ഹേ അലക്സ, ഈ പാട്ട് വെക്ക്. ഹേ അലക്സ, എന്താണ് സമയം? ഹേ അലക്സ, ഇന്നത്തെ ടെമ്പറേച്ചർ എത്രയാണ്? ഇതെല്ലാം വോയിസ് അസിസ്റ്റന്റ് കമാൻഡ്സ് ആണ്. ഇതെല്ലാത്തിന്റെ പിറകിലും AI പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായി പറയും മുമ്പ് AI എന്നാൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. AI എന്നതിന്റെ പൂർണ്ണരൂപം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. AI ഇപ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. AI കമ്പ്യൂട്ടറുകളെ സ്മാർട്ടാക്കാനും മനുഷ്യരെ സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പറയുന്ന AI ഉപയോഗങ്ങൾക്ക് കോഡിംഗിന്റെ ആവശ്യമൊന്നുമില്ല. യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്, ഗൂഗിൾ മാപ്സ് വേഗതയേറിയ റൂട്ട് കാണിക്കുന്നത്, ഫേസ് അൺലോക്ക് നിങ്ങളുടെ മുഖം തിരിച്ചറിയുന്നത്, അലക്സ വോയിസ് കമാൻഡ് മനസ്സിലാക്കുന്നത്, നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും നിങ്ങൾക്ക് ഷോ റെക്കമെൻഡ് ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ടും ആമസോണും പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന AIന്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഒരു നിമിഷം വീഡിയോ നിർത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ വേറെ എവിടെയൊക്കെ AI ഉപയോഗിക്കുന്നുണ്ട്? സ്മാർട്ട് ഫ്രിഡ്ജ്, AI വാഷിംഗ് മെഷീൻ, വീട് മുഴുവൻ ഒന്ന് നടന്നു നോക്കി കണ്ടെത്തൂ. ഇനി AI എന്നാൽ കൃത്യമായി എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, കമ്പ്യൂട്ടറുകളെയോ മെഷീനുകളെയോ ഒരു മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും ഉത്തരം നൽകാനും കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കാനും വേണ്ടി സ്മാർട്ടാക്കുന്ന വിദ്യയാണ് AI. ഈ പ്രോബ്ലംസ് വളരെ കോംപ്ലക്സ് ആകാം. കോഡിംഗ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, നിങ്ങളുടെ മാത്സ് എക്സാം സോൾവ് ചെയ്യാം, JEE പോലെയുള്ള പരീക്ഷകൾ പോലും സോൾവ് ചെയ്യാം. AI ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, പാറ്റേൺസ് കണ്ടെത്തും, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. AI ഉപയോഗിച്ച് നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. AI ടെക്സ്റ്റ് മനസ്സിലാക്കും, വോയിസ് മനസ്സിലാക്കും, മുഖങ്ങൾ തിരിച്ചറിയും. AI നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മൾ മനുഷ്യരനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. പക്ഷേ AI പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനത്തിൽ നിന്നാണ്: ഡേറ്റ. നിങ്ങൾ സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഫുഡ് എന്താണ്, തിങ്കളാഴ്ച എന്താണ് കഴിക്കാറ്, ഞായറാഴ്ച എന്താണ് കഴിക്കാറ്. ഈ ഡേറ്റയാണ് സൊമാറ്റോ, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ആപ്സിലെ AI ഉപയോഗിക്കുന്നത്. അവ നിങ്ങളുടെ ഡേറ്റയിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യും. മനുഷ്യർക്ക് വികാരങ്ങളും ജഡ്ജ്മെന്റുമുണ്ട്. പക്ഷേ AIക്ക് യഥാർത്ഥ വികാരങ്ങളില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്സിലാക്കണം. AI ഇപ്പോൾ സൈഫൈ സിനിമയിലെ കാര്യം മാത്രമല്ല, അത് നമുക്ക് ചുറ്റും തന്നെയുണ്ട്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, AI മോഡുള്ള ഗൂഗിൾ സെർച്ച്, ChatGPT, പെർപ്ലെക്സിറ്റി പോലുള്ള ചാറ്റ് ബോട്ട്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ടിലെ ഓൺലൈൻ ഷോപ്പിംഗ്, അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള വോയിസ് അസിസ്റ്റൻസ്, ഷോപ്പിംഗ് സജഷൻസ്. ആമസോണിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിയാൽ അത് നിങ്ങൾക്ക് ബോൾ, ഹെൽമെറ്റ്, പാഡ്സ് ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യും. കാരണം ബാറ്റ് വാങ്ങുന്നവർ സാധാരണയായി ബോളും പാഡ്സും ഒക്കെ വാങ്ങാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് AI നമുക്ക് ചുറ്റും തന്നെ ഉണ്ടെന്ന്.
ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. AI മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മനുഷ്യർ പഠിക്കുന്നത് നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. ക്ലാസ്സിലിരുന്ന്, ഹോംവർക്ക് ചെയ്ത്, പിക്നിക്കിന് പോയി, സ്കൂൾ ട്രിപ്പിന് പോയി. നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, കാർ ഓടിക്കാൻ പഠിക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ AI പഠിക്കുന്നത് ഡേറ്റയിൽ നിന്നും എക്സാമ്പിൾസിൽ നിന്നുമാണ്. മനുഷ്യന്റെ തലച്ചോറിന് വികാരങ്ങളും ഫീലിംഗ്സുമുണ്ട്. AIക്ക് വികാരങ്ങളില്ല. മനുഷ്യർ ഭാവനയും സർഗാത്മകതയും ഉപയോഗിക്കുന്നു. AI ഉത്തരങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോബബിലിറ്റിയും പാറ്റേൺസും നോക്കിയാണ്. മനുഷ്യന്റെ തലച്ചോറ് മോറൽ ഡിസിഷൻസ് എടുക്കും. ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ മുന്നിൽ ഒരാൾ വന്ന് നിന്നാൽ ഞാൻ അയാളെ ഇടിക്കില്ല, ഒരു മോറൽ ഡിസിഷൻ എടുക്കും. പക്ഷേ AI റൂൾസും ഇൻസ്ട്രക്ഷൻസും പിന്തുടരുകയേയുള്ളൂ. AI കൽപ്പിച്ച കാര്യം മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജഡ്ജ്മെന്റ് പ്രധാനം. ഓർമ്മിക്കണം, AI വളരെ സഹായകരമായ ഒരു ടൂളാണ്. പക്ഷേ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും എപ്പോഴും മനുഷ്യൻ തന്നെ വേണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. AI, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI, ഈ 3 ടേംസ് തമ്മിലുള്ള വ്യത്യാസം. ഈ ടേംസ് പുതിയതും അല്പം കൺഫ്യൂസിംഗുമായി തോന്നാം, പക്ഷെ വളരെ ലളിതമാണ്. AI ഒരു മെഷീനെ സ്മാർട്ടാക്കുന്നു. മെഷീൻ ലേണിംഗ് എന്നത് AIയുടെ ഒരു ഭാഗമാണ്. എക്സാമ്പിൾസിൽ നിന്നും ഡേറ്റയിൽ നിന്നും മോഡൽസ് പഠിക്കുന്ന ആൽഗോരിതംസ് ആണ് മെഷീൻ ലേണിംഗ്. അതായത് മെഷീൻ ലേണിംഗ് AIയുടെ ഒരു സബ്സെറ്റാണ്. ജനറേറ്റീവ് AIയും AIയുടെ ഭാഗമാണ്. പക്ഷേ ഇത് പുതിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം AI ആണ്. യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ്, ഇമേജസ്, വീഡിയോസ്, ഓഡിയോ ഫയൽസ്, ടെക്സ്റ്റ്, ഇതെല്ലാം നമുക്ക് ജനറേറ്റീവ് AI ഉപയോഗിച്ച് ഉണ്ടാക്കാം. നിങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്ന ആദ്യത്തെ AI ടൂൾ ChatGPT ആണ്. ഒരു നിമിഷം വീഡിയോ നിർത്തി ഗൂഗിളിൽ ChatGPT എന്താണെന്ന് സെർച്ച് ചെയ്തു നോക്കൂ. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയ ശേഷം തിരിച്ചുവരൂ. ChatGPT ഒരു കോൺവെർസേഷണൽ AI ടൂളാണ്. അതൊരു ജനറേറ്റീവ് AI തന്നെ. നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കി ടെക്സ്റ്റ് രൂപത്തിൽ ഉത്തരം നൽകും. അത് ടോപ്പിക്സ് വിശദീകരിക്കും, കോണ്ടന്റ് എഴുതും, ഐഡിയാസ് തരും, നിങ്ങളുടെ നോട്ട്സ് സമ്മറൈസ് ചെയ്യും. നിങ്ങളുടെ സ്കൂൾ PDF, എക്സാം സിലബസ് ചാപ്റ്റേഴ്സ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കിത്തരും, ക്വിസ് എടുക്കും, മോക്ക് എക്സാം നടത്തിത്തരും. വളരെ ഉപകാരപ്രദമാണ്. ചോദ്യം വ്യക്തമായി ചോദിച്ചാൽ ChatGPTന്റെ ഉത്തരവും കൂടുതൽ നന്നായിരിക്കും. ഇത് തുറക്കാൻ ഗൂഗിളിൽ ChatGPT എന്ന് ടൈപ്പ് ചെയ്യൂ. ആദ്യത്തെ ലിങ്ക് chatgpt.com ആണ്. വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അകത്ത് കയറിയാൽ നിങ്ങൾക്ക് ചോദ്യം ടൈപ്പ് ചെയ്യാം, ഫോട്ടോസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം, വെബ് സെർച്ച് മോഡ് ഓൺ ചെയ്യാം, മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിച്ച് ഇൻപുട്ട് കൊടുക്കാം. ChatGPTക്ക് കഠിനമായ ടോപ്പിക്സ് വിശദീകരിക്കാം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം, പ്രോജക്റ്റ് ഐഡിയാസ് തരാം, സ്റ്റോറീസും പോയംസും ഉണ്ടാക്കാം, ക്വിസസ് ഉണ്ടാക്കാം, നിങ്ങളുടെ എഴുത്ത് നന്നാക്കാം, പ്രസന്റേഷൻ പ്ലാൻ ചെയ്യാം, Q&A പ്രാക്ടീസ് ചെയ്യാം. വളരെയധികം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. 2 പ്രധാനപ്പെട്ട ചെയ്യരുത് കാര്യങ്ങളുണ്ട്. ഒന്ന്, ChatGPTയിൽ നിന്ന് അന്ധമായി കോപ്പി ചെയ്യരുത്. അതൊരു AI ടൂൾ മാത്രമാണ്. ഒരു AIയും 100% ആക്യുറേറ്റ് അല്ല, അവരങ്ങനെ പറഞ്ഞാലും. AI തരുന്നതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. 2, ChatGPTക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കരുത്. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, പാസ്വേഡ് ഒന്നും കൊടുക്കരുത്. ഇതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. ഇനി ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ. 1, AI പഠിക്കാൻ ഉപയോഗിക്കണം, ചീറ്റ് ചെയ്യാനല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ChatGPTയെ ഉപയോഗിക്കണം. 2, AI തരുന്ന ഉത്തരം സ്വീകരിക്കും മുമ്പ് ഒന്ന് ചിന്തിക്കണം, സ്വന്തമായി വെരിഫൈ ചെയ്യണം. മനുഷ്യന്റെ ജഡ്ജ്മെന്റ് എപ്പോഴും വളരെ വളരെ പ്രധാനമാണ്. ഓർമ്മിച്ചോളൂ, AI ഒരു സഹായി, അധ്യാപകനല്ല. നമുക്ക് ChatGPT ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ടൈപ്പ് ചെയ്യാം. എക്സ്പ്ലെയിൻ AI ലൈക്ക് ഐ എം ഇൻ ക്ലാസ് 8. സ്പെല്ലിങ്ങിൽ ചെറിയ തെറ്റുകളൊന്നും വരുത്തുമോ എന്നോർത്ത് ടെൻഷൻ വേണ്ട. ChatGPT എല്ലാം മനസ്സിലാക്കും. സെക്കൻഡ്സ് കൊണ്ട് അത് ഉത്തരം തരും. AI എന്നാൽ കമ്പ്യൂട്ടറുകളെ മനുഷ്യരെപ്പോലെ പഠിക്കാനും ചിന്തിക്കാനും പഠിപ്പിക്കുകയാണ്. സാധാരണ കമ്പ്യൂട്ടറുകൾ നമ്മൾ പറയുന്നത് മാത്രമേ ചെയ്യൂ. പക്ഷേ AI കമ്പ്യൂട്ടറുകളെ അനുഭവത്തിൽ നിന്ന് പഠിക്കാനും
പാറ്റേൺസ് തിരിച്ചറിയാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമാക്കുന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിനൊരു തലച്ചോറ് കൊടുക്കുന്നു. ഇനിയൊരു പോസ്റ്റർ ചോദിക്കാം. ഗിവ് മീ എ പോസ്റ്റർ ഓൺ സേവ് വാട്ടർ. കൂടുതൽ ഡീറ്റെയിൽസ് ഇടാം. എൻ്റെ സ്കൂളിനു വേണ്ടി ടൈറ്റിൽ, സ്ലോഗൻ, 3 പോയിന്റ്സ്, ഇതൊക്കെയുള്ളത്. ഇമേജ് ഉണ്ടാക്കാൻ ലോഗിൻ വേണം. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സ്കൂൾ ലോഗോ, പ്രോജക്റ്റ് ടൈറ്റിൽ, സ്ലോഗൻ, എത്ര പോയിന്റ്സ് വേണം എന്നൊക്കെ പറയാം. അതനുസരിച്ച് ഉണ്ടാക്കിത്തരും. കുറച്ച് സെക്കൻഡ്സ് കൊടുക്കൂ. ശ്രദ്ധിക്കണം, ഒരു ദിവസം എത്ര ഇമേജസ് വരെ ഉണ്ടാക്കാം എന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇമേജ് ഇതാ വന്നു. ഇത് ഡൗൺലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ ചാറ്റ് ജിപിടിയോട് പറയാം. പച്ച കളർ മാറ്റി കറുപ്പാക്കണം, കളർ മാറ്റണം എന്നൊക്കെ. അങ്ങനെ പല മോഡിഫിക്കേഷൻസും ചോദിക്കാം, ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്കൊരു ചെറിയ 10 മിനിറ്റ് ആക്ടിവിറ്റി ഉണ്ട്. ദിവസേന നിങ്ങൾ AI കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന 5 സ്ഥലങ്ങൾ എഴുതണം. ഉദാഹരണത്തിന് യൂട്യൂബ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഗൂഗിൾ മാപ്സ്. വേണമെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ എഴുതാം. പക്ഷേ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരെണ്ണം മാത്രമേ എഴുതാവൂ. ആമസോൺ എഴുതിയാൽ പിന്നെ ഫ്ലിപ്കാർട്ട് വേണ്ട, യൂട്യൂബ് എഴുതിയാൽ പിന്നെ ഇൻസ്റ്റഗ്രാം വേണ്ട. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നൊന്ന്, ഇ-കൊമേഴ്സിൽ നിന്നൊന്ന്, ഇതുപോലെ. വീഡിയോ നിർത്തി പെന്നും പേപ്പറും എടുക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ മൊബൈലോ ഉപയോഗിക്കൂ. AI ഉപയോഗിക്കുന്ന 5 സ്ഥലങ്ങൾ എഴുതൂ. 10 മിനിറ്റ് എടുത്ത് ഇത് ചെയ്യൂ. ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊള്ളാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. AI കമ്പ്യൂട്ടറുകളെ സ്മാർട്ടാക്കാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. അത് ചിന്തിക്കാം, പഠിക്കാം, പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. AI ഇപ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ജനറേറ്റീവ് AI പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും കണ്ടു. കോണ്ടന്റ് ഉണ്ടാക്കും, ഇമേജസ് ഉണ്ടാക്കും. ചാറ്റ് ജിപിടിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. സംസാരിക്കാൻ കഴിയുന്ന ഒരു AI. ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്താൽ സ്മാർട്ട് റിപ്ലൈ കിട്ടും. ഇന്നു രാത്രി നിങ്ങളുടെ ഹോംവർക്ക്. ഡൗൺലോഡ് സെക്ഷനിൽ ഒരു ക്വിസ് ഉണ്ട്. 5 ചോദ്യങ്ങളുള്ള ഒരു സിമ്പിൾ ക്വിസ് ഈ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി. ദയവായി ക്വിസ് ചെയ്യാൻ ചാറ്റ് ജിപിടി ഉപയോഗിക്കരുത്. സ്വന്തമായി സോൾവ് ചെയ്യണം. ക്വിസ് കഴിഞ്ഞ ശേഷം ചാറ്റ് ജിപിടിയിൽ കുറഞ്ഞത് 3 ചോദ്യങ്ങൾ ചോദിക്കണം. 1 സ്റ്റഡിയുമായി ബന്ധപ്പെട്ടത്, 2 ക്രിയേറ്റീവ് ഒരെണ്ണം. ഉദാഹരണത്തിന്, എനിക്ക് വേണ്ടി ഒരു കാർട്ടൂൺ മോനാലിസ വരച്ചു തരൂ. 3 ഒരു ഡെയിലി ലൈഫ് ചോദ്യം. നല്ല ചായ എങ്ങനെ ഉണ്ടാക്കാം, കോഫി എങ്ങനെ ഉണ്ടാക്കാം, ഇതുപോലെ. ഇതാണ് ഈ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും. ഈ ആദ്യ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾ നല്ലൊരു പഠന വഴിയിലാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. വളരെ നന്ദി. അടുത്ത ചാപ്റ്ററിൽ കാണാം.